അയാം ഗെയിം ദുൽഖർ സൽമാൻ നായകനായി ഭയങ്കര എക്സ്പെക്ടേഷനിൽ വരുന്ന ഒരു സിനിമ. ഇന്നലെ ആയിരുന്നു ദുൽഖറിന്റെ ബർത്ത്ഡേ, ജൂലൈ 28. ഇന്നലെ 6 മണിക്ക് അയാം ഗെയിമിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പാടെ ഫാൻസുകാരെയും ഇൻഡസ്ട്രിയിലുള്ളവരെയും എല്ലാവരും നല്ല രീതിക്ക് മോചിച്ചിട്ടുണ്ട്. നഹാസ് ഹിദായത്ത് RDX ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ജിംഷി ഖാലിദാണ് കൊറിയോഗ്രഫിയും ആൻഡ് ചമൻ ചാക്കോ ആണ് എഡിറ്റിംഗ്. ചമൻ ചാക്കോ തന്നെയാണ് ഖലീഫയുടെ എഡിറ്റിംഗും ചെയ്യുന്നത്. ജെയ്ക്സ് ബിജു ആണ് മ്യൂസിക്. ജെയ്ക്സ് ബിജോയ് തന്നെയാണ് ഖലീഫയുടെയും മ്യൂസിക് ചെയ്യുന്നത്. മൊത്തത്തിൽ സിനിമയിൽ ഇന്നലെ വന്നത് ടെക്നിക്കൽ ഗ്ലിച്ച് ആണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? 6 മണിക്ക് റിലീസാക്കും, ട്രെയിലർ വരുമെന്ന് പറയുമ്പോൾ ആ ഒരു സമയങ്ങളിലൊന്നും വരാത്ത ആ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് എങ്ങനെയാണ് 6 മണിക്ക് വരുന്നത്? അപ്പൊ അത്രയും പ്രിപ്പയർഡ് അല്ല എന്ന് വേണം പറയാൻ, പുവർ പ്ലാനിങ് എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും എക്സ്പെക്ടേഷനിൽ എല്ലാവരും ഇപ്പൊ വരും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ, അതും ദുൽഖറിന്റെ ബർത്ത്ഡേ ആണ്, അത് റിലീസ് ചെയ്തെങ്കിൽ കളറായെങ്കിൽ വേറെ സംശയമൊന്നുമില്ല. ബട്ട് എല്ലാവരെയും മൂഞ്ചിച്ച് എല്ലാവരെയും ഒരുമാതിരി വഷളാക്കി എല്ലാവരും ആ ഒരു ഇൻട്രസ്റ്റ് കളയിപ്പിച്ചു. ഇനി എല്ലാവരും പലപ്പോഴും പറഞ്ഞത് ഇനി എപ്പോഴെങ്കിലും നീയൊക്കെ ഇറക്കട എന്നുള്ള ഒരു മട്ടിലായിരുന്നു ഫാൻസുകാർ പോലും ഈവൻ സംസാരിച്ചത്. കാരണം പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്ന് 6 മണിക്ക് വരും എന്നുള്ളത്, ബട്ട് നടന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ടെക്നിക്കൽ ഗ്ലിച്ച് നടന്നില്ല എന്നുള്ളതും നെവിൻ പോളിയുടെ ക്യാമിയോ ഇതിലുണ്ടെന്നാണ് സോഴ്സുകളൊക്കെ പറയുന്നത്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ, ഈ ഗ്ലിച്ചൊക്കെ വന്ന് ഇത് റിലീസ് ആകില്ല എന്ന് വെയ്ഫെയർ ഫിലിംസ് പോസ്റ്റ് ചെയ്യുന്നതിന്റെ ശേഷമാണ് നിവിൻ പോളി ദുൽഖർ സൽമാന്റെ ഹാപ്പി ബർത്ത്ഡേ മച്ചാൻ എന്ന് പറഞ്ഞ് ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നത്. ഇതുവരെ നിവിൻ പോളി ഇട്ടിട്ടില്ലായിരുന്നു. ഇത്രയും സമയം വരെ ഈ പാതിരാത്രിയാണ് ഇടുന്നത് ഹാപ്പി ബർത്ത്ഡേ മച്ചാനെ എന്ന്. അപ്പൊ എന്തുകൊണ്ട് ഇപ്പോ നിവിൻ പോളി ആ ഒരു പോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ഇടണം? രാവിലെ വൈകിട്ട് സന്ധ്യയൊക്കെ ഉണ്ടായിരുന്നിട്ട് രാത്രി ഇറന്ന് ഹാപ്പി ബർത്ത്ഡേ മച്ചാനെ എന്ന്. നിവിൻ പോളിയുടെ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സംഭവം എന്താന്ന് വെച്ചാല്, ഇവര് ട്രെയിലർ റിലീസ് ചെയ്യുന്നത് വരെ നിവിൻ പോളിയുടെ ആ ഒരു ക്യാമിയോ, ആ ഒരു സർപ്രൈസ് പൊട്ടിക്കാം എന്നുള്ളത് തന്നെയാണ് ഇരുന്നത്. ബട്ട് ആ ഒരു ട്രെയിലർ റിലീസ് ചെയ്യുന്നതിന്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവർക്കൊരു ആ ഒരു സർപ്രൈസിങ് എലമെന്റ് സിനിമയിൽ, അതായത് തിയേറ്ററിൽ കാണിക്കാമെന്നുള്ള ഒരു അവർക്കൊരു തോന്നലിലാണ് അങ്ങനെ അവർ ചെയ്യാത്തത്. അതായത് ഇതിപ്പോ കാണിച്ചാൽ എല്ലാവരുടെയും ഒരു എക്സൈറ്റ്മെന്റ് പോവും, അതുകൊണ്ട് ഇപ്പൊ കാണിക്കണ്ട, ആ ഒരു നല്ലൊരു പ്യുവർ എക്സൈറ്റ്മെന്റിലായിട്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരത് കട്ട് ചെയ്തെന്നാണ് പറയുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ, ഈ ഒരു സീൻ കട്ട് ചെയ്യുമ്പോൾ പലയിടത്തും കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആ ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ ആ ഒരു ട്രെയിലറ് നല്ല രീതിക്ക് ഒന്ന് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി മെനക്കേടുള്ള പണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യം ആലോചിച്ചു, സെറ്റ് ചെയ്യാം, 6 മണിക്ക് വന്നില്ല, ഒരു 7 മണിക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കാണും. ബട്ട് നടക്കുന്നില്ല. കാരണം ആ ഒരു സീൻ മാറിയാലും എല്ലാം ഒന്ന് മാറുന്ന പോലെ ഇരിക്കും, ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു കണ്ടിന്യൂഷൻ മാറുന്ന പോലെ ഇരിക്കും. അപ്പൊ അവർ അവസാനം വിചാരിച്ച ഇനി ഒന്നും നടക്കൂലടാ, ഇനി നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, പറഞ്ഞേക്കാം, ട്രെയിലർ ഇല്ലടാ എന്ന്. അങ്ങനെ തന്നെയാണ് വെയ്ഫെയർ ഫിലിംസ് ട്രെയിലർ ഇല്ല എന്ന് പോസ്റ്റ്പോൺ ചെയ്ത് പുതിയ ഡേറ്റ് അറിയിക്കാന്നൊക്കെ പറഞ്ഞേക്കുന്നത്. സത്യത്തിൽ ആ ഒരു ക്യാമിയോ റോള് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഈ ഒരു സോഴ്സ് റിപ്പോർട്ട്സുകളും പറയുന്നത്. നിവിൻ പോളിയുടെ ആ ഒരു ക്യാമിയോ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ, അവർ അവസാനം വന്ന ആ ഒരു ഡിസിഷനിൽ അവർക്ക് ഒരു മാറ്റം സംഭവിച്ചു. അത് അവരുടെ പ്ലാനിങ്ങിനെ ആ ഒരു സ്ട്രാറ്റജിയെ അപ്പാടെ മാറ്റിക്കളഞ്ഞു. ഇനി പലപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണെന്ന്. അതായത് ഇത് ഓൾറെഡി എക്സ്പെക്ടേഷനിൽ വരുന്ന ഒരു സിനിമയാണ്, പക്ഷെ എന്നിരുന്നാലും കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻ ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട്, ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ട്രെയിലർ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ട്രെയിലർ അപ്പാടെ ആ സമയത്തിൽ റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ ഓൾറെഡി ടോക്ക് ആവും, പ്രത്യേകിച്ച് ദുൽഖറിന്റെ, അതും മലയാള പടം, അതും ബർത്ത്ഡേക്ക് വരുന്ന ഒരു ട്രെയിലർ, അപ്പോഴെ തന്നെ ടോക്ക് ഓഫ് ദ ടൗൺ ആവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ അങ്ങനെയും ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി. ബട്ട് അതാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ പറയുമ്പോൾ നല്ല രീതിക്ക് പാളിപ്പോയിട്ടുണ്ട്. കാരണം ബർത്ത്ഡേ കളറാക്കാൻ വേണ്ടിയിട്ട് ദുൽഖർ ഫാൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തേച്ച് വിടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് വൺ. ഓണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ, അപ്പൊ അതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ കമ്പനിയും അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് ക്രൂവും കാണിക്കുന്ന ഒരു ചെറ്റത്തരമെന്നേ ഞാൻ പറയും. കാരണം ഇമാതിരി എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇത്രയും ഇറക്കും എന്നൊക്കെ പറഞ്ഞ് ഗ്ലിംസ് ഇറക്കിയില്ല, നമ്മളൊരു സ്നേക് പീക്ക് ഇറക്കിയില്ല, നമ്മളൊരു വീഡിയോ ലീക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഫസ്റ്റ് ഫുൾ വീഡിയോ ട്രെയിലർ റിലീസ് ചെയ്യാനിരിക്കുമ്പോൾ ട്രെയിലറിലേക്ക് ഇവർ പറയുവാണ്
ട്രെയിലർ ഇല്ല, ട്രെയിലർ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇനി പല ആൾക്കാരും പറയുന്ന ഒരു ട്രോൾ സംസാരം എന്ന് പറയുന്നത് മമ്മൂക്കയാണ് കാരണമെന്ന്. അതായത് മമ്മൂക്ക കുറെ വർഷങ്ങൾക്കും അത് ആദ്യമായിട്ട് എന്താണ് ദുൽഖറിന്റെ ബർത്ത്ഡേക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ഹാപ്പി ബർത്ത്ഡേ ചാലു എന്ന്. അപ്പൊ ആ പോസ്റ്റിനും അവർ ഇന്നിട്ട് ഈ 6 മണിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോയെന്നാണ് ട്രോൾസിലൊക്കെ പറയുന്നത്. ദുൽഖറും മമ്മൂക്കയുമായിട്ട് വാപ്പയും മോനുമായിട്ട് 6 മണിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോയി, അതുകൊണ്ടാണ് ഈ ട്രെയിലർ റിലീസ് ചെയ്യാൻ പറ്റാത്തതെന്ന്. കുറച്ചു പേർ പറയുന്നത് ബ്രോ ദുൽഖർ ഇന്ത്യയിലല്ല വേറെ ഇടത്താണ്, അതുകൊണ്ട് അവിടെ 6 മണി ആയിട്ടില്ല, അതുകൊണ്ടാണ് ട്രെയിലർ റിലീസ് ചെയ്യാത്തതെന്ന്. കുറച്ചുപേര് പറഞ്ഞു ബ്രോ ട്രെയിലർ ഒന്നും ആയിട്ടില്ല, ആ കട്ട്സ് ഒക്കെ ദുൽഖറിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ പല ട്രോളുകളും വരുന്നുണ്ട്. സത്യത്തില് ഇവര് കത്തിക്കാൻ വിചാരിച്ചു വന്നതാണ്, ബട്ട് കത്തി അണഞ്ഞു പോയി എന്നുള്ളതാണ് വേറെ സംശയമില്ലാതെ പറയാം. അപ്പോൾ നിവിൻ പോളിയുടെ ക്യാമിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംസാരങ്ങളുണ്ട്. കാരണം രാത്രിയാണ് നിവിൻ പോളി ആ ഒരു സ്റ്റോറിയും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് ഹാപ്പി ബർത്ത്ഡേ മച്ചാനേ എന്ന്. അപ്പോ എന്തായാലും ഈ പടത്തിൽ ഒരു ക്യാമിയോ റോള് പ്രതീക്ഷിക്കാൻ ചാൻസുകൾ കൂടുതലാണ്. ആന്റണി വർഗീസ് പപ്പയും ഇതിൽ ഒരുപാട് ആളൊന്നും കാണിക്കുന്നില്ല പോസ്റ്ററിൽ കാണും. കാരണം ഇതൊരു ബെറ്റ് പരിപാടിയാണ്, സ്റ്റൈലിഷ് പരിപാടിയാണ്, ഗെയിം പരിപാടിയാണ്. പടത്തിന്റെ പേരേ ഗെയിമാണ് ആൻഡ് സ്പോർട്സ് പരിപാടിയാണെന്നുള്ള ടോക്സും ഉണ്ട്, ക്രിക്കറ്റ് വരുന്നുള്ള ടോക്സും ഉണ്ട്. മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ജിംഷി ഖാലിദ് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഇത് ക്രിക്കറ്റ് ബേസ്ഡ് സ്പോർട്സ് ബേസ്ഡ് ഒക്കെ ആണെന്ന്, ബെറ്റ് പരിപാടികളൊക്കെ ആണെന്ന്, പക്ഷേ സ്റ്റൈലിഷ് പരിപാടികളൊക്കെ ആയിരിക്കുമെന്ന്. നമ്മൾ കണ്ടറിയാം ഇനി എപ്പോഴാണ്, ഈ ആഴ്ച വരുമോ അതോ ഇനി ആസ് സൂൺ ആസ് പോസിബിൾ. ഇപ്പൊ ഓഗസ്റ്റ് ആയി, ഇനിയിപ്പോ ഈ ആഴ്ച വരുമോ അടുത്ത ആഴ്ച വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം എങ്ങനെയാണ് ട്രെയിലർ വരുന്നത് എന്നുള്ളതൊക്കെ.